എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ത്രികോണമിതി അഥവാ ട്രിഗ്നോമെട്രിയിലെ സൈൻ കോസ് വിലകളുടെ ചില ബന്ധങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ സൈൻ കോസ് വിലകൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത് വച്ചിട്ട് ഒരു ചോദ്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പടം വരയ്ക്കാതെ, പട്ടിക നോക്കാതെ സൈൻ 1 ഡിഗ്രി, കോസ് 1 ഡിഗ്രി, സൈൻ 2 ഡിഗ്രി, കോസ് 2 ഡിഗ്രി എന്നീ സംഖ്യകളെ വലിപ്പക്രമത്തിൽ എഴുതുക. വിത്തൗട്ട് ഡ്രോയിങ് പിക്ചേഴ്സ് ഓർ ലുക്കിംഗ് അപ്പ് ദ ടേബിൾ, അറേഞ്ച് ദ നമ്പേഴ്സ് സൈൻ 1 ഡിഗ്രി, കോസ് 1 ഡിഗ്രി, സൈൻ 2 ഡിഗ്രി, കോസ് 2 ഡിഗ്രി ഇൻ അസെൻഡിങ് ഓർഡർ. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ചിത്രം വരച്ച് ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളൊന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ABC എന്ന മട്ടത്രികോണം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? ആ എ എന്ന് പറയുന്ന കോണിൻ്റെ എതിർവശം ബൈ കർണമാണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ സൈൻ എ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഇതിൻ്റെ എതിർവശം എന്ന് പറയുന്നത് BC ബൈ AC. കോസ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ സമീപവശം AB ബൈ AC. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. ഇവിടുത്തെ സൈൻ ഇവിടെ ഇപ്പോൾ 28 ഡിഗ്രിയാണ് കാണുന്നത് എന്ന് പറയുന്നത് BC ബൈ AC ആണ്. ഈ കോൺ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ സൈൻ വിലകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. കോൺ കൂട്ടുകയാണ്, അപ്പോൾ ആ BC ബൈ AC ആണല്ലോ, അപ്പോൾ BCയുടെ നീളം കൂടി വരികയാണ് കോൺ കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ അതിൻ്റെ സൈൻ വിലകൾ, ആ കോണിൻ്റെ സൈൻ വിലകൾ എടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും? കൂടി വരുന്നു അല്ലേ? കോൺ കുറയുമ്പോൾ ആ BCയുടെ നീളം കുറയുന്നു, അതായത് നമുക്ക് പറയാം സൈൻ വിലകൾ കുറയുന്നു. അപ്പോൾ കോൺ കൂടുകയാണെങ്കിൽ സൈൻ വിലകൾ കൂടുന്നു, കോൺ കുറയുകയാണെങ്കിൽ സൈൻ വിലകൾ കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലായി. കോസ് വിലകളോ? കോസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന കോണിൻ്റെ കോസ് എന്ന് പറയുന്നത് AB ബൈ AC ആണ്. അപ്പോൾ കോൺ കൂടുന്നതിനനുസരിച്ച് ആ ABയുടെ നീളം കുറഞ്ഞു വരുന്നതായി നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ABയുടെ നീളം കുറയുന്നത് കൊണ്ട് കോസ് വിലകൾ കോൺ കൂടുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. കോസ് എ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, AB ബൈ AC എന്ന്. അപ്പോൾ അത് കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കോസ് C എന്ന് പറഞ്ഞാലോ? കോസ് C എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. C എന്ന് പറയുന്ന കോണിൻ്റെ സമീപവശം ബൈ കർണമാണ്. അതായത് എന്ത് വന്നു? BC ബൈ AC എന്ന് വന്നു. BC ബൈ AC, അതായത് ഈ കോണിൻ്റെ സൈൻ A എന്ന് പറയുന്ന കോണിൻ്റെ സൈൻ തന്നെയാണ് C എന്ന് പറയുന്ന കോണിൻ്റെ കോസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ചിത്രം ആവശ്യമുണ്ടോ? ചിത്രം എന്തായാലും നോക്കിയോ, ഒന്നോടെ നിങ്ങൾ നോക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കോൺ മാറുന്നതിനനുസരിച്ച് BCയുടെ നീളത്തിൻ്റെയും ABയുടെ നീളത്തിൻ്റെയും ഒക്കെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തു പറയാം, ഇവിടുത്തെ കോണിൻ്റെ സൈനാണ് ഇവിടുത്തെ കോണിൻ്റെ കോസ് എന്നറിയാം അല്ലേ? അപ്പം നമുക്ക് നേരെ കടന്നാലോ? ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് മറച്ചു വെച്ച് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സൈൻ 1, സൈൻ 2, കോസ് 1, കോസ് 2 ഇവയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം സൈനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എല്ലാം കോസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കോസ് 1 പകരം സൈൻ 89 എന്നെടുക്കാം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒരു കോണിൻ്റെ കോസ് എന്ന് പറയുന്നത് അടുത്ത കോണിൻ്റെ സൈൻ ആയിരിക്കും. അപ്പോൾ കോസ് 1 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 89 ഡിഗ്രിയാണ്. കോസ് 2 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 88 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വലിപ്പക്രമത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ സൈൻ 1 ഡിഗ്രി എന്ന് പറയുന്നത്
എന്തായിരിക്കും? സൈൻ 2 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. സൈൻ 1 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 2 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇനി സൈൻ 2 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 88നേക്കാൾ കുറവായിരിക്കും. സൈൻ 88 എന്ന് പറയുന്നത് സൈൻ 89നേക്കാൾ കുറവായിരിക്കും. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈനും കോസും ഒക്കെ മാറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ 1 ഡിഗ്രി ചെറുതാണ്, സൈൻ 2 ഡിഗ്രി ചെറുതാണ്, കോസ് 2 ഡിഗ്രി ചെറുതാണ്, കോസ് 1 ഡിഗ്രി അല്ലേ? കാരണം സൈൻ വിലകൾ കോൺ കൂടുന്നതിനനുസരിച്ച് കൂടി വരികയാണ്. സൈൻ 1 ഡിഗ്രി എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറുത്, ഇവിടെ ഏറ്റവും വലുത് സൈൻ 89 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് സൈൻ 1 ഡിഗ്രിയാണ് ഏറ്റവും ചെറുത്, ഇവിടെ കോസ് 1 ഡിഗ്രിയാണ് ഏറ്റവും വലുത്.